പാലാ നഗരസഭയിൽ വിപ്പ് സ്വീകരിക്കാതെ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച 4 കോൺഗ്രസ് കൗൺസിലർമാരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കി. ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യു, ലിസിക്കുട്ടി മാത്യു, രജിത പ്രകാശ് എന്നിവരെ KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് അറിയിച്ചു. വിപ്പ് ലംഘിച്ചതിന് ഇവർക്കെതിരെ നടപടിയും സ്വീകരിക്കും. അവിശ്വാസത്തെ പിന്തുണച്ച 4 കോൺഗ്രസ് അംഗങ്ങൾ പുറത്താകുമ്പോൾ കൗൺസിലിൽ 2 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനിക്കെതിരെ വിമതയായി മത്സരിച്ച് വിജയിച്ച മായ രാഹുലിനെയും ഭർത്താവ് രാഹുലിനെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇവരെ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെടുത്തത്. പാർട്ടി പുറത്താക്കിയാലും വീണ്ടും തിരിച്ചെടുക്കുമെന്ന കാഴ്ചപ്പാടാണ് പ്രവർത്തകർക്കുള്ളതെങ്കിലും ഇത്തവണ നിലപാട് കർക്കശമാവുമെന്നാണ് DCC പ്രസിഡന്റ് പ്രസ്താവനയിൽ വ്യക്തമാവുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം ലംഘിച്ച കോൺഗ്രസ് കൗൺസിലർമാർ പുതിയ സാഹചര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ പുതിയ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നതിൽ നിർണായകമാവും. LDFന്റെയും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങളുടെയും പിന്തുണയോടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് ആരായിരിക്കും എത്തുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ മായ രാഹുലിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ കൈപ്പത്ത ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കോൺഗ്രസ് കൗൺസിലർമാർ പാർട്ടിയുടെ നയസമീപനങ്ങൾക്കെതിരെ നിലകൊണ്ട് LDF പിന്തുണയോടെ ഭരണത്തിലെത്തുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആഘാതമാവും. UDFിലെ മറ്റ് ഘടകകക്ഷികൾ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഏതാനും കോൺഗ്രസ് അംഗങ്ങൾ മറ്റൊരു നിലപാട് സ്വീകരിച്ച് എന്തുകൊണ്ട് എന്നതും ചർച്ചയാവുകയാണ്.